എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീകൃഷ്ണപുത്രനായ സാംബന്റെ കഥയാണ്. ശ്രീകൃഷ്ണനും പത്നിയായ ജാമ്പവതിക്കും വിവാഹശേഷം വളരെ കാലം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. ഒരു ദിവസം ജാമ്പവതി കൃഷ്ണന്റെ അടുക്കൽ ചെന്ന് തനിക്ക് കുട്ടികളില്ലാത്തതിൻ്റെ സങ്കടം പറഞ്ഞു. തുടർന്ന് ശ്രീകൃഷ്ണൻ സന്താനലാഭത്തിനായി ശിവനെ മനസ്സിൽ ധ്യാനിച്ച് തപസ് തുടങ്ങി. 6 മാസക്കാലം കഴിഞ്ഞപ്പോൾ കൃഷ്ണന്റെ മുന്നിൽ ശിവൻ സാംബരൂപത്തിൽ അഥവാ അർദ്ധനാരീശ്വര രൂപത്തിൽ പ്രത്യക്ഷനായി. എന്നിട്ട് എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. തനിക്കും ജാമ്പവതിക്കും ഒരു പുത്രനുണ്ടാകണമെന്ന് ശ്രീകൃഷ്ണൻ പരമശിവനോട് വരം ആവശ്യപ്പെട്ടു. തുടർന്ന് ശിവഭഗവാൻ ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ട വരം നൽകുകയും അവിടെ നിന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്തു. കാലക്രമേണ ശ്രീകൃഷ്ണനും ജാമ്പവതിക്കും ഒരു പുത്രൻ ജനിച്ചു. ശിവന്റെ അനുഗ്രഹത്താൽ ജനിച്ച പുത്രന് കൃഷ്ണൻ സാംബൻ എന്ന് നാമധേയം ചെയ്തു. ദ്വാരകയിൽ വളർന്ന സാംബൻ യൗവനയുക്തനായപ്പോൾ കൗരവ രാജകുമാരിയും ദുര്യോധനപുത്രിയുമായ ലക്ഷണയെയാണ് വിവാഹം കഴിച്ചത്. ലക്ഷണയുടെ സ്വയംവരം നടക്കുന്നുണ്ടെന്നറിഞ്ഞ് ഹസ്തിനപുരത്തിലെത്തിയ സാംബൻ അവളെ ബലമായി തൻ്റെ തേരിൽ കയറ്റി കൊണ്ടുപോവുകയാണുണ്ടായത്. ഇതറിഞ്ഞ കൗരവവീരന്മാർ സാംബനുമായി യുദ്ധം ചെയ്യുകയും വളരെ നേരത്തെ യുദ്ധത്തിന് ശേഷം അവർ സാംബനെ പിടിച്ചുകെട്ടി ഹസ്തിനപുരത്തിലേക്ക് കൊണ്ടുപോരുകയും ചെയ്തു. സാംബനെ കൗരവർ ബന്ധിച്ച വിവരം നാരദൻ മുഖേനയറിഞ്ഞ ശ്രീകൃഷ്ണനും ബലരാമനും ഹസ്തിനപുരത്തിലെത്തി ദുര്യോധനനടക്കമുള്ള കൗരവ പ്രമാണിമാരോട് ചർച്ചകൾ നടത്തി. തുടർന്ന് അവർ സാംബനെയും ലക്ഷണയെയും ഹസ്തിനപുരത്ത് നിന്നും ദ്വാരകയിലേക്ക് കൊണ്ടുപോന്നു. ഒരിക്കൽ വിശ്വാമിത്രൻ, കണ്വൻ, നാരദൻ എന്നീ മഹർഷിമാർ ദ്വാരകയിൽ വന്നു. ഏതാനും യാദവന്മാർ സാംബനെ ഒരു ഗർഭിണിയായ സ്ത്രീയുടെ വേഷം കെട്ടിച്ച് മുനിമാരുടെ മുന്നിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഈ ഗർഭിണി പ്രസവിക്കുന്ന കുട്ടി ആണോ പെണ്ണോ എന്ന് അവർ മുനിമാരോട് ചോദിച്ചു. തങ്ങളെ പരിഹസിച്ചതിൽ കോപാകുലരായ മുനിമാർ ഇവൾ ഒരു ഇരുമ്പുലക്ക പ്രസവിക്കുമെന്നും ആ ഇരുമ്പുലക്ക യദുവംശനാശത്തിന് കാരണമാകുമെന്നും ശപിച്ചു. വിവരമറിഞ്ഞ ശ്രീകൃഷ്ണൻ അത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതാണെന്നും പറഞ്ഞു. അടുത്ത ദിവസം സാംബൻ ഒരു ഇരുമ്പുലക്ക പ്രസവിച്ചു. ഉഗ്രസേന മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അത് യാദവന്മാർ രാഗി പൊടിച്ച് സമുദ്രത്തിലെറിഞ്ഞു. യാദവരുടെ അവസാന കാലത്ത് കടലിലെറിയപ്പെട്ട ഇരുമ്പുലക്കയുടെ പൊടികൾ കരയ്ക്ക് അടിഞ്ഞു കയറി ഏരകപ്പുല്ലുകളായി വളർന്നു വന്നു. ആ സമയം പ്രഭാസതീരത്തെത്തി മദ്യപിച്ച യാദവന്മാർ തമ്മിലടിച്ച് പലരും മരിച്ചു വീണു. സാത്യകി, പ്രദ്യുമ്നൻ മുതലായവരുടെ മരണത്തിൽ കോപാകുലനായ ശ്രീകൃഷ്ണൻ ഒരു പിടി ഏരകപ്പുല്ല് പറിച്ചെടുത്തു. ഉടൻ തന്നെ അതൊരു ഇരുമ്പുലക്കയായി മാറി. കൃഷ്ണൻ അതുകൊണ്ട് അടുത്തു നിന്നവരെ എല്ലാം അടിച്ചു വീഴ്ത്തി. ഇതുകണ്ട മറ്റ് യാദവരും ഏരകപ്പുല്ല് പറിച്ചെടുത്തു. അവയും ക്ഷണനേരത്തിൽ ഇരുമ്പുലക്കകളായി മാറി. അനന്തരം അതുകൊണ്ട് തമ്മിൽ തല്ലി യാദവരെല്ലാവരും മരിച്ചു വീണു. അക്കൂട്ടത്തിൽ സാംബനുമുണ്ടായിരുന്നു. ശ്രീകൃഷ്ണപുത്രനായ സാംബന്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.